ഹലോ ഗെയ്സ്, വെൽക്കം ടു Rakdaleelvlogs. ഞാനിന്നൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു ഡബിൾ ലെയർ ചാനലിയർ ക്രിസ്റ്റൽ ലൈറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങളും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഏരിയയിലാണ് കേട്ടോ നമ്മൾ ക്രിസ്റ്റലൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് ഞങ്ങൾക്ക് ജിപ്സനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നമ്മുടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫിക്സ് ബോൾട്ട് വെച്ചിട്ടാണ് റൂഫിൽ ചെയ്തത് കേട്ടോ. ഈ ചാനലിയറാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ലെയർ ഇത് ഓൾറെഡി റെഡിമെയ്ഡ് സെറ്റ് അങ്ങനെ വരുന്നതാണ് കാർട്ടൂണിൽ. അപ്പോൾ ഞങ്ങളത് അഴിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ട് സെപ്പറേറ്റ് ആക്കണം. കാരണം ചില അതിൻ്റെ വയറും ജോയിൻറ്റിങ്ങും കാര്യങ്ങളും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റോഡ് അഴിച്ചിട്ട് ചില അല്ലെങ്കിൽ പിന്നെ ഔട്ട് സൈഡ് നമുക്ക് ജോയിൻറ്റിങ്ങും ഒക്കെ കാണാതിരിക്കാനും ഇതിന് വേണ്ടിയിട്ട് ഇൻസൈഡ് ചെയ്യാണ്. ഇതിപ്പോൾ അതിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് വെച്ചു. ഫസ്റ്റ് ലെയറാണത്. മുകളിൽ ഹെവി റൗണ്ടാണ് വരുന്നത്, അതിന് താഴെ അതിൻ്റെ ഒരു ഷോർട്ട് ചെറിയ റൗണ്ട് വരുന്നുണ്ട്. ഇതിൽ 4 ചെയിനാണ് കേട്ടോ വരുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി സ്ട്രോങ് കൂടിയാണ്. കാരണം ചില ക്രിസ്റ്റലിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും 4 ചെയിനാണ്, 4 ക്ലാമ്പിൽ. അത് ആ ആംഗിളിൽ 4 4 ചെയിനായിട്ടാണ് വരുന്നത്. ഒരു വ്യത്യസ്ത മോഡലാണ്, ന്യൂ മോഡലും കൂടിയാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിളാണ്. കാരണം ചിലൊരു സ്ക്രൂ ടൈപ്പാണ് അത് ആ ചെയിൻ വരുന്നത് ലാസ്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കാരണം ചില കറക്റ്റ് തൂക്കും കാര്യങ്ങളൊക്കെയാണ്, ഹൈറ്റും കാര്യങ്ങളൊക്കെ. ഒരു നോർമൽ സാധാരണ ഒരു സീലിംഗ് ഇവിടുത്തെ ഹൈറ്റ് വെച്ച് പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഇപ്പം ഇങ്ങനെ വരും, 4 ആംഗിളും കൂടിയിട്ട് ടൈറ്റ് ചെയ്ത് വരുമ്പോൾ. സെൻട്രലിലാണ് നമ്മുടെ മിഡിൽ ആ 2 കോർ വയർ വരുന്നത്. അത് ഗോൾഡൻ കളറാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഷെയ്ഡിനനുസരിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻസൈഡ് എടുത്തിട്ട് അതുപോലെ വെക്കുക. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലാമ്പ് അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ വയർ ജോയിൻ ചെയ്തിട്ട് ആ ക്ലിപ്പ്, കാരണം ചില ഇതിൻ്റെ ഡബിൾ ലെയർ നമ്മൾ ഫസ്റ്റ് തന്നെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പിന്നെ അത് പിടിക്കാനും അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ടേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇൻസൈഡ് നമ്മൾ പരമാവധി വെക്കേണ്ടതാണ്. അപ്പോൾ നന്നായി ടാപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇപ്പോൾ അടിയിൽ നിങ്ങൾക്ക് കാണാം വയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അത് കാരണം ചില സെക്കൻഡ് ലെയർ വെച്ചിട്ട് നമ്മൾ ആ ജോയിൻറ്റിങ് അതിൻ്റെ ഉള്ളിലാക്കാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ വയ്ക്കുമ്പോൾ നമുക്ക് 2 നിന്ന് കഴിഞ്ഞാലും അത് പിടിക്കാനും അത് സ്ക്രൂ ചെയ്യാനൊക്കെ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് അഴിച്ചു വെച്ചതും അത് ചെയ്യാൻ എളുപ്പത്തിനും നല്ല സൗകര്യത്തിനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ഏകദേശം ക്ലാമ്പിൽ ഞങ്ങൾ ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് 4 സ്ക്രൂ ഒക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആക്കി ഇപ്പോൾ അത് ആംഗിൾ തൂക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ ആ ജോയിൻറ്റ് ചെയ്തിട്ട് വയർ ജോയിൻറ്റ് ചെയ്തിട്ട് സാധാരണത്തെ പോലെ സ്ക്രൂ ഞങ്ങൾ താഴത്തെ ഫസ്റ്റ് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോയിൽ നമ്മൾ അഴിച്ചെടുക്കുന്ന വീഡിയോ കണ്ടില്ല, അതുപോലെ സ്ക്രൂ ചെയ്യാണ്. അതിൻ്റെ ആംഗിളെല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഏകദേശം ഇതിലൊരു 20 ബൾബോളം വരുന്നുണ്ട് കേട്ടോ. നോർമൽ ബൾബ് 20 ബൾബോളം നമുക്ക് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഞങ്ങളതിൻ്റെ മുകളിൽ നൈലോണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം തൂക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ കണ്ടില്ലേ, 4 സൈഡിൽ നിന്നാകുമ്പോൾ ഈ ക്രിസ്റ്റൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ബൾബാണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ ആയ കാരണം യെല്ലോ ആണ് ക്ലയൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് ചില ആൾക്കാർ വൈറ്റ് യൂസ് ചെയ്യലുണ്ട്, അത് അവരുടെ ഇതിനനുസരിച്ച് അവർ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇതാണ് അതിൽ വരുന്ന ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ക്രിസ്റ്റലാണ് നമ്മൾ ഇത് 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ചെറുതും ഉണ്ട് ഒന്ന് വലുതും ഉണ്ട്. അപ്പോൾ അത് ഒരു ലെയർ ഒരെണ്ണം കഴിഞ്ഞ് കയറി ഇറങ്ങി വരുന്നത് നമുക്ക് ലെയർ ഒരെണ്ണം വലുതും പിന്നെ ചെറുത് പിന്നെ വലുത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിടണതാണ്. അതാണ് അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഓൾറെഡി. അപ്പോൾ എന്തായാലും ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം. പിന്നെ പരമാവധി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ പിൻ ടൈപ്പ് അത് കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചിട്ട് വെക്കണം. കാരണം ചില നമ്മൾ കൈയാണെങ്കിലും നല്ല ഹെവി ആയിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും ക്ലിയർ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ആ പിൻ അവിടെ സേഫായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ പിന്നിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതുമാതിരി പിന്ന് വെക്കണം. ആ ക്രിസ്റ്റലിൻ്റെ ഇൻസൈഡിലേക്ക് വളച്ച് വെച്ചിട്ട് ആ ഡിസൈനും നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൽ കോർത്തിട്ടാൽ മതി. ഇതതിൽ വരുന്നത് ഇതൊരു അലുമിനിയം ഗോൾഡൻ കോട്ടിംഗ് ആണ്.
ഇതാണ് കേട്ടോ അപ്പോൾ ക്രിസ്റ്റൽ ലെയർ വരുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. അപ്പോഴാണ് ഈ ഡിസൈനിന് ഒരു കാരണം വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ ആ ഗോൾഡൻ ഷെയ്ഡ് തന്നെ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ആ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ സെയിം ഇതിൽ തന്നെയാണ് ക്രിസ്റ്റലും വരുന്നത് നമുക്ക്. ഇതിപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ ടോപ്പിലത്തെ ലെയറിൽ വലിയ റൗണ്ടിൽ നമുക്ക് 2 ലെയറാണ് ഈ ക്രിസ്റ്റൽ ഇതുപോലെ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ന്യൂ മോഡലും കൂടി ആയ കാരണം ഞങ്ങളിതിപ്പോൾ 2ാമത്താണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇപ്പോൾ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 2 ലെയറാണ് നോർമൽ വരുന്നത്. ഇവിടെ താഴത്തെ റൗണ്ടിൽ 4 റൗണ്ട് വരുന്നുണ്ട്. ചെറിയ റൗണ്ടാണ് കയറി ഇറങ്ങി വരുന്ന ലെവലിൽ ക്രിസ്റ്റൽ. ഇതിപ്പോൾ 1 സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സൈഡിൽ നിന്നിട്ട് ഇവിടെ കുറച്ചൊരു പോർഷൻ കൂടി ഇടാനുള്ളൂ. ഏകദേശം ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. കാരണം വെച്ചാൽ പാർട്സായിട്ട് ഇളക്കി എടുക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവുമെന്ന് മാത്രം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഞങ്ങളിതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനും കാര്യങ്ങളൊക്കെ. യെല്ലോ തന്നെയാണ് ആ ഗോൾഡിലേക്ക് നല്ല ഷെയ്ഡായിട്ട് വന്നത്. നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ക്രിസ്റ്റലിൻ്റെ പരിപൂർണ രൂപം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ.